നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിൽ ചിലരെങ്കിലും അദൃശ്യ ശക്തികളിൽ വിശ്വസിക്കുന്നവരാണ്. ഈശ്വരനെ നാം അദൃശ്യ ശക്തിയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്, വിശ്വസിച്ചു പോരുന്നത്. എങ്കിൽ പോലും ഇത് നല്ല ശക്തിയാണ് എങ്കിൽ അതേ സമയത്ത് തന്നെ പ്രേതം, ആത്മാവ് എന്നും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അതിനെ വിശ്വസിക്കാറും ഭയപ്പെടാറും ഒക്കെയുണ്ട്. ഇതുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോഴും ഒരു തർക്ക വിഷയം തന്നെയാണ്. ഭഗവാനുണ്ട്, അത് ശക്തി, ആ ഒരു ഭഗവാന്റെ ശക്തി ചൈതന്യമൊക്കെ ഉണ്ട്. പക്ഷേ ആത്മാവ്, പ്രേതം ഇതൊക്കെ ഉണ്ടോ എന്ന് ഒരു തർക്ക വിഷയം തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. തങ്ങളുടെ ആയുസ് തീരുമ്പോൾ ശരീരം വെടിഞ്ഞ് ആത്മാവായി പോകുന്നു. ചിലർ കാലമെത്താതെ മരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ പ്രത്യേക ഒരു യോനിയിൽ അകപ്പെടുന്നു. ഇത് പ്രേത യോനി എന്ന് പറയുന്നു. ഇതേക്കുറിച്ച് ഗരുഡ പുരാണത്തിലും പ്രത്യേകമായി പരാമർശിച്ചിട്ടുണ്ട്. ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് ഇത്തരം പ്രേത സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് ഇവർക്ക് ഭയപ്പെടാനുള്ള ഒരു കാര്യമല്ല, ഇത് ആ നാളുകാരുടെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. ഇവർ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഭയപ്പെടുന്നവരാണെങ്കിൽ ഈശ്വര പ്രാർത്ഥന കൊണ്ട് ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. നാം ജ്യോതിഷപ്രകാരം 3 ഗണങ്ങളായാണ് ആളുകളെ തരംതിരിക്കുന്നത്: ദേവഗണം, അസുരഗണം, മനുഷ്യഗണം എന്നിങ്ങനെയാണ്. ഇതിൽ മനുഷ്യഗണത്തിൽ പെടുന്നവർക്കാണ് ആത്മാക്കളെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. മറ്റ് 2 ഗണത്തിൽപ്പെടുന്ന ചില നക്ഷത്രക്കാർക്കും ചിലപ്പോൾ ഇങ്ങനെ കഴിവുണ്ടാവും. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ ആത്മാവ് അല്ലെങ്കിൽ പ്രേതങ്ങൾ ഇങ്ങനെ പറയുന്ന ചില ശക്തികളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അങ്ങനെയുള്ള നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ തിരുവാതിരയാണ്. ഇവർക്ക് ആത്മാവിനെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ്, പ്രത്യേക ഒരു കഴിവുണ്ട്. പ്രത്യേക ഒരു സാഹചര്യത്തിലായിരിക്കും ഇവർക്ക് ഇതറിയാൻ സാധിക്കുക തന്നെ ചെയ്യുന്നത്. ഇവർക്ക് ചിലപ്പോൾ ചില നിഴലുകളും ചില ശബ്ദങ്ങളുമൊക്കെ തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും. അവരത് മറ്റുള്ളവരോട് പറയുമ്പോൾ അതൊരു തമാശ ഭാവത്തിൽ ചിലരെടുക്കുമെങ്കിൽ പോലും ഇതൊരു ഇവരുടെ ഒരു കഴിവാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഭയത്തെ, അതുമൂലം പെട്ടെന്നുണ്ടാകുന്ന ഒരു ഭയമുണ്ടെങ്കിൽ അതും ഭഗവാൻ മാറ്റിക്കൊടുക്കുക തന്നെ ചെയ്യും. അതും അവരുടെ ഒരു പ്രത്യേകം കഴിവ് തന്നെയാണ്. മറ്റുള്ളവർക്ക് അനുഭവ ഭേദ്യമില്ലാത്ത ഈ കാര്യങ്ങൾ ഇവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായി സാധിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ആത്മാവ് അല്ലെങ്കിൽ പ്രേതം എന്നിങ്ങനെ ഉള്ള ശക്തികളെ തിരിച്ചറിയാൻ കഴിയുന്ന രണ്ടാമത്തെ നക്ഷത്രം പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്കും ഈ ആത്മാവിൻ്റെ സാന്നിധ്യം പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു കഴിവുണ്ട്. ഇവർക്കും ഇതേപോലെ നിഴലുകളും അല്ലെങ്കിൽ ശബ്ദങ്ങളും ഒക്കെ തിരിച്ചറിയാൻ പെട്ടെന്ന് സാധ്യമാകുക തന്നെ ചെയ്യും. നേരിൽ തന്നെ ഇവർക്ക് ആത്മാവിനെ കാണാൻ സാധിക്കും എന്നൊരു വേണമെങ്കിൽ പറയാം. ഇത്തരം സാന്നിധ്യമുള്ള വീടുകളിൽ എത്തിയാൽ തന്നെ ഇവർക്കത് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവർ അത് മറ്റുള്ളവരോട് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ആളുകൾ പറയുമ്പോൾ അത് കേൾക്കുന്നവർക്കൊരു തമാശയായി തോന്നുമെങ്കിൽ പോലും ഇവർക്കത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രം മനുഷ്യഗണത്തിൽ പെടുന്ന ആ ഒരു നക്ഷത്രമാണ്. ഇവർക്കും ആത്മാവിൻ്റെ സാന്നിധ്യം, ഇങ്ങനെ ദുഷ്ടശക്തികളുടെ ഒരു സാന്നിധ്യമൊക്കെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ഇവർക്കുണ്ട്. ചില വീടുകളിൽ പോകാൻ തന്നെ ഇവർ താല്പര്യം കാണിക്കാത്തൊരു പ്രകൃതമൊക്കെ കാണിക്കും. അമ്മയും അച്ഛനും ഒക്കെ വിളിച്ചാൽ പോലും ചിലപ്പോൾ ഇവർ പോകാറില്ല. എത്ര അടുത്ത ബന്ധുക്കളാണെങ്കിൽ ചില ഭവനങ്ങളിലൊക്കെ പോകുന്നത് ഇവർക്ക് വലിയ താല്പര്യമില്ല. അതിൻ്റെ പിന്നിലുള്ള കാരണം ഇത് തന്നെയാണ്. ഇത്തരം സ്ഥലങ്ങളിൽ ആ ഒരു സാന്നിധ്യം, ദുഷ്ടശക്തിയുടെയൊക്കെ സാന്നിധ്യമുള്ളത് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകുന്നതിനെ ഇവർ ഒരു വിമുഖത കാണിക്കുന്നത്. ഇതിന് കാരണം ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇത്തരം പല അനുഭവങ്ങളും ഇവരുടെ മനസ്സിലേക്ക് വരാറുമുണ്ട്. ഇവർക്ക് ആ അനുഭവങ്ങൾ മുന്നേ കാണാൻ കൂടി സാധിക്കും എന്ന് സാരം. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. ഇവർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ അനുഭവങ്ങൾ അവർക്കത് മുന്നേ മനസ്സിലാക്കുകയും ചെയ്യുന്ന നക്ഷത്രമാണ്. അസുരഗണമാണെങ്കിൽ പോലും ഇവർക്ക് ഇത്തരം നെഗറ്റീവ് ഊർജം പെട്ടെന്ന് തിരിച്ചറിയാൻ സാധ്യമാകും. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് മനുഷ്യഗണത്തിൽ പെടുന്നവർക്കും അതേപോലെ തന്നെ ചില അസുരഗണത്തിൽ പെടുന്ന നക്ഷത്രങ്ങൾക്കും ഇത് മനസ്സിലാകും. നിഴലും ശബ്ദവും ഒക്കെ കേട്ട് ഭയപ്പെടുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ ആ ഭയത്തിൽ നിന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഇവർ മോചിതരാകുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർ അത് പറഞ്ഞാൽ മറ്റുള്ളവർ അത് വിശ്വസിക്കുകയും ചെയ്യുകയില്ല. അത് ഇങ്ങനെയുള്ള
അത് കാരണം ഇത് വിശ്വാസമാണ്. ചിലർക്കത് വിശ്വസിക്കും, ചിലരത് വിശ്വസിക്കത്തുമില്ല. പറയുന്ന കാര്യങ്ങളെ അവർ അങ്ങനെ തള്ളിക്കളയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാറുണ്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ സ്വീകരിക്കാതെ വരുമ്പോൾ. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ദേവഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. ഇവർക്കും ഈ ഒരു പ്രത്യേക കഴിവുണ്ട്. ആത്മാവിനെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജ്ജമുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ വിമുഖത, അല്ലെങ്കിൽ അത് നെഗറ്റീവ് ഒരു സ്ഥലത്ത് ചെന്നാൽ നെഗറ്റീവ് ഊർജ്ജമുണ്ട്, നെഗറ്റീവ് പ്രഭാവം അവിടെ ഉണ്ട് എന്നൊക്കെ ഇവർക്ക് പെട്ടെന്ന് നിഴൽ കണ്ട്, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ചുറ്റുപാട്, അല്ലെങ്കിൽ ഒരു എവിടെ പോവുകയാണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ചുറ്റുപാട് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവും ഒക്കെയുണ്ട്. ഭയപ്പെടാതിരിക്കാനുള്ള ഒരു കഴിവും ഈ നക്ഷത്രക്കാർക്ക് ഭഗവാൻ നേരിട്ട് കനിഞ്ഞ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഇവർക്ക് അത് ദോഷം ഭവിക്കുകയില്ല. കാരണം ഒരു പ്രത്യേക, നമ്മൾ പറയാറില്ല, ഒരു പ്രത്യേക ഒരു കഴിവ്, എന്ത് കാര്യം കണ്ടാൽ മുന്നേ കാണാനുള്ള ഒരു പവർ എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഇവർക്ക് അത് ദോഷവശങ്ങളോ അല്ലെങ്കിൽ ഇത് ദോഷമായി ഭവിക്കുകയോ ചെയ്യുകയില്ല. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. ഇവർക്കും ഇത്തരത്തിലുള്ള പല അനുഭവങ്ങൾ ഉണ്ടാകുകയും അത് മനസ്സിലാക്കാൻ, ചില ശബ്ദങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ, നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഉള്ളിലൊരു ഭയമൊക്കെ തട്ടാതിരിക്കാനായി ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം ദർശനം നടത്തുകയും, അതേപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഭയം വരികയില്ല എങ്കിലും എന്തെങ്കിലും ഒരു ഭയം ഉള്ളിൽ തോന്നുകയാണെങ്കിൽ ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്താൻ കൂടി ഈ നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്, ചില നക്ഷത്രക്കാർക്ക് നമ്മൾ പറയാറില്ല, ചില നക്ഷത്രത്തിൽ ജനിച്ച അല്ലെങ്കിൽ ചില സമയങ്ങളിലൊക്കെ ജനിക്കുന്ന ആളുകൾക്ക് പ്രത്യേക ഒരു കഴിവുകൊണ്ട് മുന്നോട്ട് നടക്കാൻ, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഭഗവാൻ ഉൾക്കണ്ണിൽ കാണിച്ചു കൊടുക്കുമെന്നത്. അത് പോസിറ്റീവ് കാര്യങ്ങളാകട്ടെ നെഗറ്റീവ് കാര്യങ്ങളാകട്ടെ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് മനുഷ്യൻ്റെ സാന്നിധ്യം അല്ലാതെ മറിച്ചുള്ള ഒരു നെഗറ്റീവ് എനർജികളെ ഒക്കെ മനസ്സിലാക്കി ആ സ്ഥലത്തേക്ക് പോകാൻ ഒരു വിമുഖത കാണിക്കുകയും അല്ലെങ്കിൽ മുന്നേ കൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ എല്ലാ നക്ഷത്രക്കാർക്കും തങ്ങളുടേതായ ഒരു കഴിവുണ്ട്. ചില ആളുകൾ സ്വപ്നത്തിൽ പലതും കാണാറുണ്ട്, അത് പിന്നീടുള്ള ദിവസങ്ങളിൽ സംഭവിക്കുകയും ചെയ്യും. അതൊക്കെ ആ ഒരു നക്ഷത്രക്കാർക്ക് ഭഗവാൻ അറിഞ്ഞ് കനിഞ്ഞ് നൽകുന്ന ചില കഴിവുകളാണ്. അത് പ്രത്യേകം ഒരു കഴിവ് ആ നക്ഷത്രത്തിൻ്റെ ഭാഗ്യവും കൂടിയുണ്ട്. ആ വ്യക്തിക്ക് ഭഗവാന്റെ ഒരു ഭാഗ്യം, ഭഗവാൻ നൽകുന്ന ഭാഗ്യം കൂടാതെ ആ ജനിച്ച സമയത്ത് ആ ഒരു നക്ഷത്രത്തിൻ്റെ പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ നെഗറ്റീവ് എനർജികൾ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കുകയും അതിന് ആ സ്ഥാനത്തേക്ക് ഇരിക്കാനുള്ള ചില കാരണങ്ങൾ ഉണ്ടാക്കുകയും, അത് അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്കത് മനസ്സിലാകുന്നില്ല എങ്കിൽ പോലും പല കാരണങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ പല അങ്ങോട്ട് ഒരു സ്ഥലത്തോട്ട് നെഗറ്റീവ് എനർജി ഉള്ളിടത്തോട്ട് പോകാനായി പലരെയും ഇവർ പോകുന്നതിൽ നിന്നുമൊക്കെ പിന്തിരിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അത് ഈ നക്ഷത്രക്കാർക്ക് ആ സ്ഥലങ്ങളിൽ നിന്ന് നെഗറ്റീവ് ഊർജം ഉണ്ടാകുന്നത് മനസ്സിലാകുന്നത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ നക്ഷത്രം ജനിച്ച ആരെങ്കിലും നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് പോകരുത് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ കഴിവതും ആ സ്ഥലത്തേക്ക് പോകാതെ ഇരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കണം.